നമ്മൾ മുണ്ടക്കൈയിലേക്ക് പോയാൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ എൽസ്റ്റണിനും ഹാരിസണിനും തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കുന്നത് തടയണമെന്ന എസ്റ്റേറ്റ് ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. പുനരധിവാസ പദ്ധതിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീകാന്ത്, ഗുഡ് ഈവനിംഗ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കോടതി പറഞ്ഞത്? ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഏറ്റവും സഹായകരമായ നടപടിയാണ് ഹൈക്കോടതി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന എസ്റ്റേറ്റുകളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. എൽസ്റ്റൺ, ഹാരിസൺസ് എസ്റ്റേറ്റുകൾ നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി തീർപ്പാക്കി. പുനരധിവാസ പദ്ധതിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. എൽസ്റ്റൺ ഏറ്റെടുക്കാനുള്ള നഷ്ടപരിഹാര തുക 26 കോടി രൂപ സർക്കാർ ഉടൻ കെട്ടിവെക്കണം. നഷ്ടപരിഹാര തുക സ്വീകരിക്കാൻ ഹൈക്കോടതി രജിസ്ട്രിക്ക് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശവും വന്നിട്ടുണ്ട്. നഷ്ടപരിഹാര തുക കെട്ടിവെക്കുന്നതോടെ എൽസ്റ്റൺ ഭൂമിയുടെ കൈവശാവകാശം സർക്കാരിനായിരിക്കും. പുനരധിവാസ പദ്ധതിയുടെ ഉദ്ഘാടന നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. പുനരധിവാസ പദ്ധതി സമയബന്ധിതമായി തീർപ്പാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ശരി, തിരുവനന്തപുരത്ത് നിന്ന് എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.